സൈബർ ഇടങ്ങളിലെ ആരാധകർ അല്ല, ആരാധനമുത്ത് എന്തും വിളിച്ചു പറയുന്ന കൂട്ടങ്ങളോടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യർ, എഴുത്തുകാർ, നടന്മാർ, നടിമാർ, കായിക താരങ്ങൾ, മറ്റ് പ്രസിദ്ധരായ ആൾക്കാർ, ഇവരൊക്കെ അവരുടെ മേഖലകളിൽ കഠിനാധ്വാനം കൊണ്ടും അർപ്പണബോധം കൊണ്ടും കഴിവ് തെളിയിച്ചവരായതുകൊണ്ടാണ് അവർ നിങ്ങളെക്കാൾ 10 പേർ കൂടുതൽ അറിയുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറിയത്. സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററുടെ മലയാളിയുടെ ലോകകപ്പ് സ്ക്വാഡിലേക്കുള്ള പ്രവേശനവും ലോകകപ്പിന് മുമ്പായി ന്യൂസിലാൻഡിനെതിരെയുള്ള T20 സീരീസിലെ അദ്ദേഹത്തിന്റെ പ്രകടനവുമാണ് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. 3 സെഞ്ചുറികൾ ഒരു കലണ്ടർ വർഷം നേടിയതിനുമപ്പുറം പല മത്സരങ്ങളിലും അദ്ദേഹത്തെ ടീമിന് പുറത്തിരുത്തുന്നത് കണ്ടപ്പോൾ മറ്റു പലരും ഉൾപ്പെടെ മലയാളികളും അദ്ദേഹത്തിനായി മുറവിളി കൂട്ടി. സമൂഹ മാധ്യമങ്ങളിൽ കൊച്ചു ഗംഭീറിനെയും അഗാക്കറെയും മറ്റ് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും തെറിവിളികളും വെറുപ്പ് നിറഞ്ഞ വാക്കുകളും കൊണ്ട് അഭിഷേകം ചെയ്തു. ന്യൂസിലാൻഡിനെതിരെയുള്ള ആദ്യ 3 മത്സരങ്ങളിൽ സഞ്ജു നിറമങ്ങിയപ്പോൾ അതേ നിലയിൽ അദ്ദേഹത്തെ വാക്കുകളാൽ വേട്ടയാടുകയായിരുന്നു അതേ ആരാധക വൃന്ദം. സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ ഏതെങ്കിലും PR വർക്ക് കൊണ്ടോ ആരാധന പിന്തുണ കൊണ്ടോ മാത്രം ടീമിൽ കയറി പറ്റിയ ഒരു കളിക്കാരനല്ല. അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത്, IPL-ലെയും KCL-ലെയും ആഭ്യന്തര ക്രിക്കറ്റിലെയും പ്രകടനങ്ങൾ, ഇന്ത്യക്കായി ക്രിക്കറ്റർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ എന്നിവയാകും അതിലെ പ്രധാന മാനദണ്ഡങ്ങൾ ആയിട്ടുണ്ടാവുക. ലോകകപ്പിന് മുന്നോടിയായുള്ള പ്രധാന പരമ്പര, മികച്ച പ്രകടനം നടത്തേണ്ടതിന്റെ അതിസമ്മർദ്ദം എന്നിങ്ങനെ പല ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടാകും. ഇനിയുള്ള മത്സരങ്ങൾ കൂടി ടീമിലിടം കിട്ടിയാൽ ചിലപ്പോൾ അദ്ദേഹം നന്നായി കളിച്ചേക്കാം, ഇല്ലെങ്കിൽ ടീമിന് പുറത്തു പോയേക്കാം. ഗാലറിയിലിരുന്ന് കളി പറയുന്നത് പോലെയല്ല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നത്. ആരോഗ്യകരമായി വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ആൾക്കൂട്ടാക്രമണം പോലെയാണ്. ഇത്രയധികം പ്രതിഭകളുള്ള, അവസരത്തിനായി കാത്തു നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കായിക ലോകത്ത് സഞ്ജു എന്ന കളിക്കാരൻ ടീമിലെത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിനായി മാറ്റിവെച്ച മണിക്കൂറുകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പരിശീലനത്തിനും കായികക്ഷമത നിലനിർത്താനും കാട്ടിയ സ്ഥിരോത്സാഹം, ഇവയൊക്കെ കൊണ്ട് തമസ്കരിച്ചുകൊണ്ട് വിമർശനമെന്ന് വിളിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇന്ത്യയുടെ ഒരു ദേശീയ ക്രിക്കറ്റ് താരത്തെ കോമാളിയെന്നും വഞ്ചകനെന്നും കഴിവുകെട്ടവനെന്നുമൊക്കെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരുടെ ആക്രമണമാണിപ്പോൾ കാണുന്നത്. ലോകകപ്പിൽ സഞ്ജു സാംസൺ ഓപ്പണറായി തന്നെ കളിക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതോ മിഡിൽ ഓർഡറാണോ അദ്ദേഹത്തിന് കൂടുതൽ തിളങ്ങുക? 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി നടത്തുന്ന T20 ലോകകപ്പിന് തിരിതെളിയുമ്പോൾ ഓരോ മലയാളി ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ ഒരേയൊരു പ്രാർത്ഥനയുള്ളൂ: നമ്മുടെ സഞ്ജു ചേട്ടൻ വിശ്വരൂപം പുറത്തെടുക്കണം. സഞ്ജു സാംസൺ എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ലോകകപ്പല്ല, തന്റെ പ്രതിഭയെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള സുവർണാവസരമാണ്. കഴിഞ്ഞ ന്യൂസിലാൻഡ് പരമ്പരയിൽ ചില തിരിച്ചടികൾ നേരിട്ടെങ്കിൽ പോലും സഞ്ജുവിന്റെ അസാമാന്യ പ്രതിഭയെ തളക്കാൻ ആർക്കും കഴിയില്ല. ഒരു വലിയ ടൂർണമെന്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മാച്ച് വിന്നറാണ് സഞ്ജു സാംസൺ. ഫെബ്രുവരി 7-ന് അമേരിക്കക്കെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് റൺമഴ പെയ്യുന്നത് കാണാൻ നമുക്കും കാത്തിരിക്കാം. ആ ബാറ്റിൽ നിന്നും ഉയരുന്ന ഓരോ ഷോട്ടും വെറും റൺസ് അല്ല, അത് മലയാളികളുടെ അഭിമാനമാണ്. കാത്തിരിക്കാം.